എല്ലാത്തിനെയും നിങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും സഹനങ്ങളെയും നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. ഇവിടെയെല്ലാം ദൈവത്തിന് മഹത്വം നിറയട്ടെ. ഈശോയെ, ദൈവമേ, ആരാധന. അതുപോലെ ഉയർത്തി പ്രകാശം പറഞ്ഞേ. ഈശോയെ, ദൈവമേ, നമ്മൾ എന്തിനൊക്കെ ഈശോയെ സമർപ്പിച്ചത് നമ്മുടെ വ്യക്തിജീവിതം, കുടുംബാംഗങ്ങൾ, വീട്, പരിസരം, നിൽക്കുന്ന എല്ലാ സ്ഥലവും, എല്ലാ സമ്പത്തും, എന്റെ കുറവുകൾ, രോഗം, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സമ്പത്തില്ലായ്മ എല്ലാം ആർക്കൊടുത്തു സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചവരൊക്കെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വം വരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട എന്റെ വീട്ടിലേക്ക്, എന്റെ കുടുംബാംഗങ്ങളിലേക്ക്, എന്റെ സ്ഥലത്തേക്ക് അനേകം കോടി മാനവന്മാർ ഇറങ്ങി വരട്ടെ. എന്നോടൊപ്പം, എന്റെ കൂടെയും, കുടുംബാംഗങ്ങളോടൊപ്പം ഈ കൂടാരത്തിലും പരിസര പ്രദേശങ്ങളിലും മാനവന്മാരെ ഇറങ്ങി വരണമേ. ഒരു പ്രാവശ്യം കൈവിട്ടുണ്ട്. മാലാഖമാരെ ഇറങ്ങി വരണമേ. തന്നെയാണോ ആരെ പോലെ സഹായിക്കാനിരിക്കുന്നത്? നമ്മളുടെ പേരെന്താണ്? നവന്മാരുടെ ശക്തി എന്തെങ്കിലുണ്ട്? ഒരു വ്യക്തിക്ക് തന്നെ 1,85,000 വരെ കൊല്ലാനുള്ള ശക്തി. 1,00,000 ഒന്നോ രണ്ടോ പേരെയാണോ? 1,85,000 വരെ വധിക്കുന്നതെന്ന് വായിക്കുന്നുണ്ട്. ഒരു മാർഗ യുവരാസ് പത്യൂസിന്റെ യുദ്ധത്തിൽ കടന്നു വന്നിട്ട് ശത്രുക്കളെല്ലാം 1,85,000 പേരെ പോകുന്നു. അപ്പൊ ഈ നമ്മുടെ കാൽമാല പറഞ്ഞ ചെറിയൊരു കഴിവില്ലാത്ത മാറി വിചാരിച്ചേക്കും. ഭയങ്കര ശക്തിയും അധികാരമുണ്ട്. പിശാചിന്റെ പ്രത്യേകത എന്താണ്? അതിന് ശക്തി ഉണ്ടെങ്കിലും അധികാരമില്ല. അതിന് അധികാരമില്ല. മഹായിക്കുന്നുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്. അതാണ് പിശാചിന് പറയുന്നുള്ള വ്യത്യാസം. പിതാവായ ദൈവമേ, അവിടുത്തെ പരിപാലനയും എനിക്ക് ലഭിച്ച എന്റെ സ്ഥലവും എന്റെ സകലതും അങ്ങയുടെ പുത്രനും രക്ഷകനുമായ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. എന്റെ വീട്ടിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, സ്ഥലത്തേക്ക്, കൂടാരത്തിലേക്ക് ഒഴുകി വരട്ടെ. രക്തത്തിൽ അഭിഷേകം സ്വീകരിച്ച് ഓരോ മൺതരിയും പ്രാപിക്കട്ടെ. രക്താഭിഷേകം, രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം, രക്താഭിഷേകം യേശുവേ നൽകണമേ. ഇത് പറയുമ്പോൾ ഒക്കെ രക്തം കൊണ്ട് പൊതിയുന്നതായിട്ട് നമ്മുടെ വീടും പരിസരങ്ങളും ഒക്കെ എല്ലാ മാലിന്യങ്ങളും പാപബന്ധനങ്ങളും എല്ലാ വിധത്തിലുള്ള കുറവുകളും പോരായ്മകളും നമ്മളെല്ലാ തടസ്സങ്ങളും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളും ശത്രുക്കളും എല്ലാം നശിക്കുന്നതായിട്ട് പറഞ്ഞ് കണ്ടുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ കണ്ടപ്പെടുകയാണ്. അനുഭവിച്ചത് വ്യക്തി യേശുവിന്റെ രക്താഭിഷേകം, രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം
രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. രക്താഭിഷേകം രക്താഭിഷേകം യേശുവേ നൽകണമേ. ദൈവമക്കളെ ഭവനെ കണ്ടേതാ ഈശോ നമ്മളെ ഓട്ടി ശിരസ്സുള്ളാതെ കഴിയുകയാണ്. ചെളിയിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മച്ചിയെടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ച് വസ്ത്രം ധരിക്കുന്ന പോലെ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് എന്നെ ശുദ്ധീകരിക്കുകയാണ്. എന്നെ പുതിയ രക്തം കൊണ്ടാണ് കഴുകുന്നത്. ചുമ്മാ കുറച്ച് വെള്ളം ഒഴിച്ച് കളിയല്ല, ഒന്ന് രക്തം ബലിയാനോടെ ഒക്കെ ശുദ്ധീകരിക്കുക. ഒരു കുടുംബാംഗങ്ങളെ ശുദ്ധീകരിക്കുക. എന്റെ വീടും പരിസരവും ശുദ്ധീകരിക്കുക. പൂർണ്ണമായിട്ട് നമ്മളെ സമ്പൂർണമായി രക്തത്താൽ നമ്മൾ കഴുകി ശുദ്ധീകരിക്കുന്ന സമയം എല്ലാ ശാപബന്ധങ്ങളെയും കർത്താവ് നാം തകർക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അത് കോത്രം ചെയ്തതാണ്, എന്തോ പ്രശ്നം ഉണ്ടായതാണ്. നമുക്ക് ഈ ശാപങ്ങളും ഈ മന്ത്രവാദവും ആഭിചാരമൊക്കെ നമ്മൾ പറയും കേൾക്കിയെന്ന് പറഞ്ഞാൽ യാക്കോബിനെ ഏർക്കിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. യാക്കോബാരാണ് സത്യവിശ്വാസി, ഒരു പാപം ചെയ്യാത്ത, ഒരു കുഴപ്പമില്ലാത്ത, യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിയെ ഇതൊന്നും ബാധിക്കുക. ഇത് പറഞ്ഞിട്ടുണ്ട് യെശയ്യാപ്രവാചക പുസ്തകം 54:7 നിനക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ശത്രുക്കളെയും നിനക്കെതിരായി സംസാരിക്കുന്ന നാവിനെയും ഞാൻ ഖണ്ഡിക്കും എന്ന് പറയാന്ന് യാക്കോബിന് മന്ത്രവാദം. അപ്പൊ യാക്കോബ് പറഞ്ഞ ആരാണ്? സത്യവിശ്വാസി, യഥാർത്ഥ യേശുവിൽ മാത്രം വിശ്വസിക്കുന്ന, മറ്റൊരു അവിശ്വാസമില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ നമുക്കൊക്കെ പല പുരാനും കുറവുള്ളതായതുകൊണ്ട് ആരെങ്കിലും നമ്മൾ നിനക്ക് ഗുണം പിടിക്കാവുന്ന ഞാൻ അനുഭവിക്കുന്നു പറഞ്ഞാൽ അതിന് സംഭവിക്കും, ബന്ധനായി മാറും. ജോലിയുടെ അവസ്ഥ പ്രാർത്ഥിക്കും. കാരണം അവന്റെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ മറ്റോ അങ്ങനെ അമ്മ പറയല്ല, അപ്പം പറയല. അപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി, പണ്ട് പറഞ്ഞാലും മതി. എനിക്ക് വല്യപ്പനും വല്യമ്മയും അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പിന്നെ ലോകത്തെ വേദനിക്കുന്ന ആര് പറഞ്ഞാലും കുറച്ച് പറഞ്ഞാൽ പോലും ബാധിക്കും. ഹൃദയം നൊന്ത ഒരു വ്യക്തിയെ കൂടുതൽ പറയിപ്പിക്കാൻ അനുവദിക്കുന്നതാണ്. ഹൃദയം നൊന്ത് പറയിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദോഷമായി അത് ബന്ധമാണ്. ഈ ബന്ധമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പോകില്ല. അത് കണ്ടാൽ ചോദിക്കുന്നത് രക്ഷിക്കാനാവാത്തത് കരം കുറിപ്പോയോ, മോചിപ്പിക്കുന്ന ശക്തി ഇല്ലാതെങ്കിലേ നിന്റെ കരം എന്റെ മുഖം ഇന്ന് മറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ബന്ധനത്തിന് ശക്തി തകർക്കാനുള്ള അധികാരമുണ്ട്. ഈ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന കൃത്യമായ അധികാരം പിതാവ് കരുതി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴുള്ള കെട്ടുകളെയും എല്ലാ അന്തരാളങ്ങളെയും എല്ലാ ബ്ലോക്കുകളെയും കർത്താവ് നാമത്തിൽ തകർക്കുകയാണ്. എല്ലാ തകർച്ചകളെയും കർത്താവ് വന്നിട്ട് നമുക്കറിയാൻ പാടില്ല. ഈ 38 വർഷം തലവാറ് പിടിപെട്ട് പൈസ പുറത്തേക്കുന്ന വ്യക്തിക്ക് 38 കിടക്കേണ്ടി വന്നതുകൊണ്ടാണ് ആ വ്യക്തി എപ്പോഴും പരാതിയായി. എന്നെ ഇവിടുത്തെ ആളില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, അറിയില്ല, ഇതില്ല, എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? 38 കൊല്ലം ബസ്സിലാ പുറത്തേക്ക് കിടക്കേണ്ടി വന്നു. ഇപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ? അവിടേക്ക് കടന്നു വരുന്നു. നോക്കി ആ സമയം കർത്താവ് വന്നുകൊണ്ട് ആ വ്യക്തി പറയും എന്തെങ്കിലും കിടക്കി പിടി പോകണം, ചുമ്മാ കിടക്കേണ്ടത് വെച്ചാൽ ആ വ്യക്തിയോട് കർത്താവ് ചോദിക്കുന്നത് സ്വാഭാവിക ആഗ്രഹമുണ്ടോ? ആ വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞാൽ മതി, അപ്പുറത്ത് സംഭവിക്കും. അപ്പൊ നമുക്ക് എല്ലാ ബന്ധങ്ങളെയും ഏതെങ്കിലും വിധത്തിൽ നീ നന്നാവുകയാണ്, ഗുണം പിടിക്കുകയല്ല. നമുക്കറിയാതെ എത്രയോ ഭാവം ചെയ്തിട്ടുണ്ടാകും, ചില വേദനയ്ക്കുണ്ടാകും. ആ വേദനയൊക്കെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. നമ്മളെ ഒട്ടാലും വേദിക്കാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ എന്നെ പറ്റി സംസാരിക്കുന്നവർ നാവിലും എന്നെ കാണുന്ന കണ്ണുകളിലും എന്നെ പറ്റി കേൾക്കുന്നവരുടെ ചെവികളിലും അതുപോലെ എല്ലാ മേഖലയിലും അങ്ങ് വസിക്കണം. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികൾ ചില പേര് വരുമ്പോൾ ആ വ്യക്തിയിൽ 4 ആര് വസിക്കണം? ഈശ്വർ വസിക്കണം. അപ്പോൾ ചില പേരെന്താ പറയുള്ളൂ? നല്ലത് പറയും. അല്ലെങ്കിലോ വിഗ്രഹ വസിക്കുന്നതിലോ ചീത്തയും കുറ്റവും പലദൂഷണവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എന്റെ അധരത്തിൽ, ഇപ്പൊ ഞാൻ അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാണ്, എന്റെ അധരത്തിലും എന്നെ പറ്റി സംസാരിക്കുന്ന അധരത്തിലും എന്നെ കാണുന്നവരിലും എന്നെ കാണുന്ന കണ്ണുകളിലും എന്നെ കേൾക്കുന്ന ചെവിയിലും കേൾക്കുന്നവരുടെ ചെവിയിലും അത് വസിക്കണമേ എന്നാണ്. അപ്പൊ കർത്താവ് വസിച്ചപ്പോൾ അവർക്ക് വിവാദം വന്നാൽ നല്ലതല്ലാതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് നമുക്ക് മാതാക്കന്മാരെ സഹോദരന്മാരെല്ലാം അവിടെ നാവിൽ കർത്താവായി വസിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഉദ്യോഗസ്ഥന്മാരിലും നമുക്ക് ജോലി തരുന്ന വ്യക്തികളിലും അങ്ങനെ പ്രസാദിക്കുന്നതിലും ഒക്കെ കർത്താവിന്റെ ആത്മാവ് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ തകർച്ചയെ നമ്മൾ തകർക്കുക. ഈ സമയം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. രക്ഷ നൽകുന്ന ഈശോയുടെ വിശ്വബന്ധത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും സ്വർഗവാസത്തെ സാക്ഷിയാക്കി മുഖ്യദൂതന്മാരെ വിളിച്ച് അപേക്ഷിച്ച് ക്രൈസ്തവ അമ്മയുടെ മാതൃശക്തിയോടെ എന്റെ മേലും
മേലും വീടിന്മേലും സ്ഥലത്തിന്മേലുമുള്ള ശാപബന്ധനങ്ങളെ യേശുനാമത്തിൽ ഞാൻ തകർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നാമത്തിന്റെ ശക്തിയാൽ, രക്തത്തിന്റെ യോഗ്യതയാൽ, യേശുവിന്റെ അടയാളത്താൽ എന്നെ തടസ്സപ്പെടുത്തുന്ന ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശാപങ്ങളെയും എല്ലാ വൈശ്വാസ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ മധ്യശക്തിയോടെ വിശുദ്ധരുടെയും മാലകന്മാരുടെയും സഹായത്തോടെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ രോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ എല്ലാം അഴിയപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധങ്ങളും അഴിയട്ടെ, എല്ലാ ബന്ധങ്ങളും മാറട്ടെ, ശക്തി നിറയട്ടെ, സമ്പത്ത് നിറയട്ടെ, ഐശ്വര്യം നിറയട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരുടെയും മാലാഖമാരുടെയും ആദിസ്യം വിളിച്ചപേക്ഷിച്ച് നമ്മൾ ബന്ധനം മാറ്റുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു ആരെങ്കിലും ദിവസത്തിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ദോഷം സംഭവിക്കും. കാരണം അവരുടെ രക്തമാണ് എന്റെ ചെലവിൽ ഒഴുകുന്നത്. അവരുടെ സമ്പത്ത് നിന്നിട്ടില്ലെങ്കിൽ പോലും രക്തത്തിന്റെ മകറിയാണ്. അപ്പൊ ആരെങ്കിലും മാതാക്കളോ മരിച്ചുപോയ പൂർവികരോ അയൽവാസികളോ ഇടവക്കാരോ ആരെങ്കിലും സുദിവസത്തിൽ ഉണ്ടെങ്കിൽ അതിന് ദോഷം വരും. അവരുടെ വേദന എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മരിച്ചുസാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കുർബാന ചെല്ലുകയും ചെയ്യണം. അപ്പൊ എന്തെങ്കിലും എന്റെ വീട്ടിൽ ആരെങ്കിലും സുദിവസത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് സമയം പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ കാണിച്ച് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ അയൽവക്കത്തൊക്കെ മരിച്ചു വരുമ്പോൾ ഒന്നിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് മരിച്ചടക്കിൽ നിങ്ങളെ കൊണ്ടുപോകണം. മരിച്ചടക്കിൽ പോയിട്ട് കടന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് വേറെ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. കൊണ്ടുപോയി എന്തിനു വേണ്ടിയാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടാണ്. അയാൾ സ്വന്തം കൊണ്ടുപോകാൻ കടമ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തെറ്റുപറ്റുണ്ടാകാം, നമുക്ക് എല്ലാം തെറ്റുപറ്റുണ്ടാകാം. അപ്പോൾ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ കുറാറ്റ് വെച്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെയും മാലാഖമാരുടെയും ആദിസ്യം വിളിച്ചപേക്ഷിച്ച് എന്റെ വീട്ടിൽ, എന്റെ സ്ഥലത്ത്, എന്റെ ഇടവകയിൽ മരിച്ച ആത്മാക്കളെ യേശുനാമത്തിൽ യേശുവിനെ സമർപ്പിച്ച് വാമോദം നൽകുന്ന യേശുവിന്റെ രക്തത്താൽ കഴുകി സർവരക്ഷകയായ അമ്മയുടെ ഹൃദയം വഴി മാലാഖമാരുടെയും വിശുദ്ധരുടെയും നടപടിയോടെ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ യാത്രയാക്കുന്നു. സകലരക്ഷയായ മാതാവേ, മരിച്ചുപോയവരുടെ കേണമേ. അവിടുത്തെ പ്രാർത്ഥനയാൽ മരിച്ചവരെല്ലാവരും നിത്യാനന്ദം നുകരട്ടെ. ഈശോയെ, കുർബാന സ്വീകരിക്കാതെയും ഇല്ലാതെയും മരിച്ചുപോയിട്ടുള്ള ആത്മാക്കളോട് എന്നെ കാണിക്കണമേ. അങ്ങ് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ അവരുടെ പാപങ്ങളിലേക്ക് നോക്കാതെ കണ്ണയോടെ അങ്ങ് രക്ഷിച്ച ആത്മാവാണെന്ന വിചാരത്തോടെ അവരെ വീക്ഷിക്കണമേ. അവർ തൃപ്തിയും നൽകണമേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോ ചിന്തിയ രക്തത്തിന്റെ അനന്തമായ യോഗ്യതയാൽ മരിച്ചുപോയ എല്ലാവരും, എന്നെ പ്രവൃത്തിപ്പെട്ടവരും, എനിക്ക് ബന്ധമുള്ളവരും, ഞാൻ എന്നോട് പാർട്ടികൾ പറഞ്ഞിട്ടുള്ളവരും എല്ലാവരും രക്ഷ നേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ ഈശോയെ, സാമ്പത്തിക മേഖലയെ ആശ്രദിക്കണമേ. കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നത് വഴി ഉപേക്ഷിക്കാനുള്ള പാപമായി മാറുകയും
ഒത്തിരി പണമായി മാറുകയും ഫലമായി എന്റെ സമ്പത്ത് വർദ്ധിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തീരുമാനിക്കുന്നു എന്റെ സമ്പത്തിന്റെ ദശാംശം ഞാൻ കൊടുക്കുന്നതാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയെ നാമത്തിൽ എല്ലാ മനസ്സിലായ തന്ത്രങ്ങളും എല്ലാ ക്ഷുദ്രപ്രയോഗങ്ങളും എല്ലാ മാന്ത്രിക തകടുകളും എല്ലാ ഏലസുകളും യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാക്കപ്പെടട്ടെ. എന്റെ സ്ഥലത്ത് അധികാരം പ്രയോഗിക്കുന്ന സകല ദുഷ്ടാരൂപികളും യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എന്റെ പ്രവാഹത്തിന് ചുറ്റും എന്റെ വീടിന് ചുറ്റും എന്റെ സ്ഥലത്തിന് ചുറ്റും രക്ഷാകവചം തീർക്കട്ടെ. കോട്ടയായി ഭവിക്കട്ടെ. യേശുവിന്റെ സംരക്ഷണം ലഭിക്കട്ടെ. ക്രിസ്ത്യാനികളെല്ലാം അകരട്ടെ. ആത്മാവ് ഭരിക്കട്ടെ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വാതിലുകളെ ശിരസ്സ് ഉയർത്തുവിൻ, കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. രാജാവ് പ്രവേശിക്കട്ടെ. എന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സ്ഥലങ്ങളിലേക്ക്, ഇടപെടുന്ന എല്ലാ മേഖലയിലേക്കും വെളിപ്പെടട്ടെ. അവിടുന്ന് പറഞ്ഞു, ഉണർന്ന് പ്രശോഭിക്കുക, എന്റെ വെളിച്ചം വന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ ഹല്ലേലൂയ ഗീതം പാടി എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സ്ഥലത്തേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ഹല്ലേലൂയ ഗീതം പാടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവേ സ്തുതി, നന്ദി, ഹല്ലേലൂയ. 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 അപ്പോൾ ഈശോ പ്രസന്നനായി. ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെട്ടു. ദൈവം മഹത്വമില്ലായിരുന്നു. നമുക്ക് വളരെ താഴ്ന്ന നമുക്ക് മഹത്വം രക്ഷപ്പെട്ടു. അറുപതാമത്തെ ഉണ്ടാവുന്നതാണ്. ഉണർന്ന് ശോഭിക്കുക, നിന്റെ വെളിച്ചം വന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് എല്ലാ തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ വേണ്ടി ഈശോ ചുമതലപ്പെടുത്തുകയാണ്. പുതിയ വർഷം പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന്റെ വർഷമാണ്. പരിശുദ്ധാത്മാവിലേക്ക് പോകേണ്ടത് ലിയോ 13 പറയുന്നുണ്ട്. വേദിക്കുന്നവരും രോഗികളും തളർന്നവരും മാനസിക സംഘർഷപ്പെട്ടവരും ജോലിയില്ലാത്തവരും പറവിട ഉൾക്കണ്ടാവരും ആയിട്ട് എല്ലാ മക്കളും പരിശുദ്ധാത്മാവിലേക്ക് പോകട്ടെ. പരിശുദ്ധാത്മാവിനെ സഹായിക്കും. അവർക്ക് കൃത്യമായ സഹായവും ആശ്വാസം നൽകി അവരെ രക്ഷിക്കും, സഹായിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ഈ അന്തരീക്ഷമൊക്കെ വ്യാപിക്കേണ്ടത് എന്റെ വ്യക്തി ജീവിതത്തിലും